ഇനി മറ്റൊരു കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പപ്പടം പൊള്ളിച്ചെടുക്കുന്ന കാഴ്ചയാണ്. ആരാണത് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ അനുഭവം എന്താണെന്നൊക്കെ പറയാം. കാഴ്ച കാണുക. അഞ്ജലിയുണ്ട് നമുക്കിപ്പോൾ. അഞ്ജലി, ആ ചുട്ടുപൊള്ളുന്ന മണലിൽ അത് മൂടിയിട്ട് അല്ലേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാവുകയാണ്. അപ്പോൾ അവിടുത്തെ ചൂട് എത്രത്തോളമാണ്, ആ ചൂട് സഹിച്ച് എത്ര പേർ അവിടെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ കൂടിയാണ് ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? തീർച്ചയായും ദിവിഷ്, കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ നമ്മൾ അനുഭവിച്ച ചൂടും അതുമൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രമാത്രം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടിയാണ് ഈ രാജസ്ഥാനിലെ ബിക്കനീറിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണിത്. ഖജുവാലയിലാണ് ഈ സംഭവം. അവിടെ പകൽ സമയമൊക്കെ ഈ താപനില ഏറ്റവും കൂടുതൽ ഉയർന്ന 47 ഡിഗ്രിയും 48 ഡിഗ്രിയും ഒക്കെ ആവാറുണ്ട്. ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഈ സൈനികർ സേവനമനുഷ്ഠിക്കുന്നത്. അവിടുത്തെ ചൂട് എത്രമാത്രം എന്ന് കാണിച്ചു തരികയാണ് ഈ സൈനികൻ. അദ്ദേഹം നമ്മളെല്ലാം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു പപ്പടം കൊണ്ടിരുന്നു. വെറും പൂഴിമണ്ണിൽ ആ മരുഭൂമിയിലെ മണ്ണ് അത്രയധികം ചുട്ടുപൊള്ളിയിരിക്കുകയാണ്. ആ മണ്ണിൽ കുറച്ചു നേരം ഏതാനും നിമിഷങ്ങൾ മാത്രമേ അദ്ദേഹം ആ മണ്ണിൽ ഈ പപ്പടം മുക്കിയിടുന്നുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് മാത്രം ആ പപ്പടം പൊള്ളി വരികയും നമ്മളൊക്കെ സാധാരണ തീയിൽ ചുട്ടെടുക്കുന്ന പോലെ തന്നെ അതിനെല്ലാം സമാനമായി തന്നെ ആ പപ്പടം പൊള്ളി വരികയും അത് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്ന കാണാം. ഇത് ഒരു സൂചനയാണ്. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഭീകരനിൽ നിന്നൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സൈനികർ സേവനമനുഷ്ഠിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ സൈനികരെ ഓർമ്മിക്കുന്നത് എന്തെങ്കിലും ഒരു വീരമൃത്യു സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം സംഭവിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ പലരും സ്റ്റാറ്റസുകളിലൂടെയും അല്ലെ നമ്മളെല്ലാവരും ധീര സൈനികരാണ്, അവർക്ക് സല്യൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സാധാരണ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഈ സൈനികരുടെ സേവനത്തെക്കുറിച്ചോ അവരെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം സുരക്ഷിതരായിരിക്കുന്ന ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ സാധാരണ ജീവിതം നയിച്ചു പോകുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എത്രമാത്രം ശമ്പളം ഉണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ 2 മാസത്തിനിടെ ചൂട് വന്നപ്പോൾ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴാണ് ഈ 47 48 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പോൾ ഈ വെറും ഒരു ടെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ടെൻറ്റോ അല്ല എന്തെങ്കിലും അതുപോലുള്ള ഒരു സജ്ജമാക്കി അവിടെയാണ് ഈ സൈനികർ ഇരിക്കുന്നത്. രാപ്പകലില്ലാതെ രാവും പകലും എല്ലാം. അങ്ങനെ ഒരുപാട് 10,000-കണക്കിന് സൈനികരുടെ അഹോരാത്രമുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഇരിപ്പാണ് നമ്മളിവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചയാണെങ്കിൽ സിയാച്ചിനിലേക്കൊക്കെ ചെന്നാൽ വിരൽ മുറിഞ്ഞു പോയാൽ പോലും അറിയാത്ത അത്ര തണുപ്പിനെ അതിജീവിച്ചാണ് നമ്മുടെ പട്ടാളക്കാർ നിൽക്കുന്ന. ആ സൈനികരെ എല്ലാം ഈ നിമിഷം ആദരവ് മനസ്സിൽ വരികയാണ്.